ഇനി അതിലിട്. ഒന്ന് വേഗം ആട്ടടാ വാസു. കഴിഞ്ഞു. കേറല്ലേ? ഇപ്പൊ ഓക്കെ അല്ലേ? ഇരുട്ടുന്നതിന് മുമ്പേ ചുരം താണ്ടണം. ആന ഇറങ്ങണ സ്ഥലമാ. കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ വാവിട്ട് കരഞ്ഞ പിടിച്ച് ആനക്കെടുത്ത് ഇട്ട് കൊടുത്തേച്ച് ബോർഡർ കട്ട് ചെയ്ത് ഞാൻ NHയിലോട്ട് അങ്ങോട്ട് വെച്ചേട്ടാ. ഒന്ന് വേഗം ആട്ടടോ. ഓ കുട്ടപ്പായേ, ലോഡ് കയറ്റി കഴിഞ്ഞോടാ? കഴിഞ്ഞു. അല്ല, ഇത്രയും ലോങ് ട്രിപ്പ് അനിയനെ തന്നെ പറഞ്ഞയക്കണോ? ഓ, ഇതൊരു 4 ദിവസം ഓട്ടോ അല്ലേ ഉള്ളൂ. ആന്ധ്രയിൽ പോയിട്ട് വരുന്നത് ഏതാണ്ട് സ്കൂൾ പിള്ളേർ ടൂറിന് പോകുന്ന ഫീലിങ്സ്. പിന്നെ എനിക്ക് ആകെ ഒരു സമാധാനമേ ഉള്ളൂ, ചരക്ക് എത്തേണ്ട അടുത്ത് എന്നാ പ്രശ്നം ഉണ്ടായാലും ഇവർ എത്തിച്ചോളും. 2 കണ്ടീഷൻസ്. പോകുന്ന വഴിക്ക് തല്ലുണ്ടാക്കി സ്റ്റേഷനിൽ കയറിയാൽ ഞാൻ ഇറക്കിക്കോളാം. പിന്നെ പുതിയ ലോറിയുടെ ചേസിസ് വന്ന 4 ദിവസം അവൻ ഓടിച്ചിട്ടേ എനിക്ക് ബോഡി എത്താൻ പറ്റത്തുള്ളൂ. ചുമ്മാ അല്ല, കുട്ടപ്പായ്ക്ക് ചേസ് നേരിട്ട പേര് വീണത്. ചുമ്മാരി കൂട്ടുകാരങ്ങനെ ഒരു പുന്നാര പേര് വിളിക്കുന്നെന്ന് കരുതി നമ്മുടെ വായിൽ നിന്നെങ്ങാനത് വീണാലേ പിന്നെ അത് മതി ചവപ്പട്ടിക്ക് ആണി അടിക്കാൻ. അച്ഛാ ഞങ്ങൾ റെഡി. അല്ല, ക്ലീറ്റസ് വരുന്നില്ലെന്ന് പറഞ്ഞത് ഉറച്ച തീരുമാനമാണോ? ഉറച്ച തീരുമാനമാണ്. അപ്പൊ പിന്നെ എന്നാ ചെയ്യാനാടാ? എടുത്ത് തട്ടടാ അവനകത്ത്. ഓ ഇതെന്നാന്ന് കേട്ടോ? അല്ല, ആന്ധ്ര ചെക്ക് പോസ്റ്റ് എന്തെങ്കിലും കുഴപ്പമുണ്ടായാ ഈ നമ്പറിലേക്ക് വിളിച്ചാൽ മതി. റാവുജിക്ക് നല്ല പിടിപാടാ. ഇതിനുള്ള നമ്പറൊക്കെ തൽക്കാലം കുട്ടപ്പായുടെ കയ്യിലുണ്ട് സഹോദര. നിങ്ങൾ ടെൻഷൻ അടിക്കാതെ വേട്ട സൂക്ഷിച്ചു പോയച്ചു പറഞ്ഞേ. കുട്ടപ്പയ്യ ഞാൻ പറഞ്ഞോ ഒറ്റ കീഴ് അങ്ങോട്ട് നീങ്ങിയിടാ. ഇതൊന്നും നോക്കിയേടി. എന്നതാ പിള്ളച്ചേട്ടാ, വീട്ടു ചെലവിൽ 15,000 രൂപയുടെ കള്ളിന്റെ കണക്ക്? ഈ മാസം 3 ഞായറാഴ്ചയും കൂടി മൊത്തം പൊട്ടിച്ചത് 20 കുപ്പി സ്കോച്ച് അല്ലായിരുന്നോ? ഓ, ഈ മാസം 20 കുപ്പി പൊട്ടിയായിരുന്നോ? ഇന്നലെ തന്നെ അപ്പനും മക്കളും കൊടുന്ന് ചുണ്ട് നനച്ചു വന്നപ്പോ 5 കുപ്പിയാ തീർന്നേ. പിന്നെ നമ്മുടെ ബ്രാൻഡി കടയിൽ നിന്ന് എടുപ്പിച്ച നാടൻ സാധനം വേറെയും. 6 എണ്ണം കഴിഞ്ഞതേ എനിക്ക് ഓർമ്മയുള്ളൂ. അപ്പനും മക്കളും കൂടെ തന്നെ കള്ളുകൂടിയാ, ഇത്തിരി കൂടുന്നുണ്ട്. എടേ പെണ്ണേ, ഞായറാഴ്ച മാത്രല്ലേ ഉള്ളൂ. നീ പിണങ്ങാതെ നിന്റെ ആമ്പറന്നോളൊരു ചകലെ കുടിക്കത്തുള്ളൂ. നമ്മുടെ സ്കൂളിലെ ഹെഡ് മാഷ് വരുന്നുണ്ട്. ഞാൻ ചായ എടുക്കാം. നമസ്കാരം. നമസ്കാരം. തന്റെ ഇളയ മകളെ പ്രസവത്തിന് കൊണ്ടുവന്നോടോ? അടുത്ത മാസം. താനിരിക്കേ. ഇരിക്കുന്നില്ല, ഇത്തിരി ധൃതിയുണ്ട്. നാളെയാ പുതിയ നിയമനത്തിന്റെ ഇന്റർവ്യൂ വെച്ചിരിക്കുന്നേ. അതൊന്ന് ഓർമ്മപ്പെടുത്താൻ കയറിയെന്നേ ഉള്ളൂ. ബോർഡ് മെമ്പർമാരെ എല്ലാം അറിയിച്ചിട്ടില്ലേടോ? കുട്ടപ്പായ സ്ഥലത്തില്ലല്ലോ, ബാക്കി എല്ലാവരും അറിയിച്ചിട്ടുണ്ട്. അപ്പോ നാളെ 10 മണി. ഉഷാകുമാരി, ഉഷാകുമാരി. പോയിക്കോളൂ. ചെന്നോളൂ. സാർ, എന്റെ പേര് വിളിച്ചില്ല. എല്ലാവരും വിളിക്കും, ഓരോന്ന് കഴിയട്ടെ. കാശ് മേടിച്ചിട്ടുള്ള നിയമനമൊന്നും അല്ലല്ലോ. ശരിക്കും ഇന്റർവ്യൂ ചെയ്തിട്ടേ ഇവിടെ എടുക്കത്തുള്ളൂ. അകത്തിരിക്കുന്നതേ നല്ല അറിവും വിവരമുള്ളവരാ. കൊച്ചിയിലെ മീൻചന്തയിൽ നിന്നും പ്രധാനമായും ലഭിക്കുന്ന മത്സ്യം ഏതാണ്? ഞാനൊരു കുളു തരാം. പച്ചക്കണ്ണ സ്രാവ്, തെരണ്ടി, തിലോപ്പിയ, കണവ. നീ കാര്യം മാത്രം ഇവിടെ മിണ്ടി പോരുത്. എങ്കിൽ വേറെണ്ണം ചോദിക്കാം. ഒരു ഐസ് ബ്ലോക്ക് തല്ലി പൊട്ടിച്ചാൽ എത്ര കൊട്ട മത്തി കേടുകൂടാതെ സൂക്ഷിക്കാം? എങ്കിൽ പിന്നെ വേറെ ആരെങ്കിലും ചോദിക്കും. സിന്ധു നദീതട സംസ്കാരം എന്ന് പറഞ്ഞാൽ എന്താണ്? അറിയില്ല. കുട്ടി പോയിക്കോളൂ. ഇതുപോലും അറിഞ്ഞുകൂടാ ഇവളുമാരി എന്നാ പഠിപ്പിക്കാനാ? എന്നാ നീ ഒന്ന് പറയേ, എന്താ ഈ സിന്ധു നദീതട സംസ്കാരം? അത് സിന്ധു എന്ന് പറഞ്ഞ ഒരു പെങ്കൊച്ച് നദി കുളിക്കാൻ ഇറങ്ങിയപ്പോ സംസ്കാരമില്ലാത്ത ആരോ തടഞ്ഞെന്നോ തല്ല എന്നോ. അടുത്ത ആളെ വിളിക്കുന്നേ. മിണ്ടാതെ അവിടെ ഇരുന്നോണം. ചോദ്യങ്ങൾ ഇവിടെ വിവരമുള്ളവർ ചോദിച്ചോളും. നീ മാത്തച്ഛൻ ഒരു ദിവസം ഞാനിതെടുത്ത് വെള്ളത്തിലിടും. മാർക്കറ്റിൽ പെരുമാറുന്ന പോലെ ഇവിടെ പെരുമാറരുത്. യു ആർ വൺ ഓഫ് ദി ഡയറക്ടേഴ്സ്. തറവാട്ടുകാർക്ക് ചേരാത്തൊരു വേഷവും അവന്റെ ഒരു സംസാരവും. റബേക്ക, റബേക്ക. ഗുഡ് മോർണിംഗ് സർ. മോർണിംഗ്. ഏതുവരെ പഠിച്ചു? MA B.Ed. ഇപ്പോഴത്തെ വിദ്യാഭ്യാസ സമ്പ്രദായത്തിന് ന്യൂനതകളുണ്ട് എന്ന അഭിപ്രായമുണ്ടോ?
പാഠ്യഭാരം കൂടുതലാണ്. സത്യത്തിൽ തുമ്പികളെ കൊണ്ട് കല്ലെടുപ്പിക്കുന്നു. കുട്ടികളല്ലേ, ചിലപ്പോ തുമ്പികളെ പിടിച്ചെന്നോ കല്ലെടുപ്പിച്ചെന്നോ എന്നൊക്കെ വരും. അതൊക്കെ ഇത്ര കാര്യമാക്കാനുണ്ടോ കുട്ടി? ഭൗതിക ശാസ്ത്രത്തിന് നോബൽ സമ്മാനം നേടിയ ആദ്യത്തെ ഇന്ത്യൻ ശാസ്ത്രജ്ഞൻ ആരാണ്? CV രാമൻ. ഇന്ത്യയിൽ അങ്ങനെ ഒരു സംഭവം ഉണ്ടായോ? ആറ്റം എന്ന വാക്ക് ഏത് ഭാഷയിൽ നിന്നാണ്? ഗ്രീക്ക്. ക്രിസ്തു സാധാരണ ജനങ്ങളോട് സംസാരിച്ചിരുന്ന ഭാഷ? അരാമിയ. അതൊരു മീന്റെ പേരല്ലയോ? വിദ്യാഭ്യാസം കൊണ്ട് നമ്മൾ എന്നതാ ഉദ്ദേശിക്കുന്നേ? സാംസ്കാരികമായി ചിന്തിക്കുക, പ്രവർത്തിക്കുക, സംസാരിക്കുക, ജീവിക്കുക. അതെന്റെ മുഖത്ത് നോക്കി പറയുന്ന എന്നാത്തിനാ? ഉത്തരം മുട്ടിച്ചോണ്ടാന്നോ? എന്നാ ഒരെണ്ണം കൂടി ചോദിക്കാം. ഒരു പൂച്ചയുടെ മുമ്പിൽ ഒരു കഷ്ണം ഉണക്കമീനും ഒരു കഷ്ണം പച്ചമീനും വെക്കുന്നു. പൂച്ച ആദ്യം ഏത് മീൻ തിന്നും? ഇതുപോലുള്ള വിഡ്ഢിത്തരങ്ങൾക്ക് ഉത്തരം പറയാൻ എനിക്ക് പറ്റില്ല. ക്ഷമിക്കണം സർ, ഈ ജോലി എനിക്ക് വേണമെന്നില്ല. പെങ്കൊച്ചേ, you are appointed. ജാസ്മിൻ, ജാസ്മിൻ, ലില്ലി, ലില്ലി, റോസ്. റോസ്. തെറ്റിക്കാതെ എഴുതു മോനെ. മോൻ പറഞ്ഞേ. ലോട്ടസ്. എടാ, അയ്യോ, പറഞ്ഞിട്ട് പടം നോക്കിയിരിക്കുന്നോടാ. ഇതണ്ടോളമേ, മൊട്ടേന്ന് വിരിഞ്ഞിട്ടില്ല. ഹിന്ദി പുസ്തകത്തിനകത്ത് മനീഷ കൊയ്രാള. റാണി, എന്നാത്തിനാടി നീ അവനെ വെറുതെ കരയിപ്പിക്കുന്നേ? പഠിക്കാനിരുന്നിട്ടേ അവൻ താണ്ടെ ഇതും നോക്കിയിരിക്കുവാ. ഓ, ഇതാണോ കാര്യം? പഠിക്കാൻ നേരത്തെ പഠിക്കണ്ടേ? ഇല്ലെങ്കിൽ നിന്റെ പപ്പയുടെ പോലെ മീൻ കച്ചവടം മതിയോ നിനക്കും? നിനക്ക് എവിടെ നടാ കിട്ടിയത്? പപ്പയുടെ പോക്കറ്റിൽ പറഞ്ഞേ കാശാന്നോ? അല്ല, ദേ ഇതാ. കുഞ്ഞ് കാണണ്ട. എന്നാ ചേച്ചി? ഒന്നുമില്ലെന്നേ. ഈ മീനച്ചാന്റെ പോക്കറ്റിലെ മേരളമ്മയ്ക്ക് പകരം മനീഷ കൊയ്രാള. നാണോ ഇല്ലല്ലോ മനുഷ്യ നിങ്ങക്ക്? അതെ, ചന്തയിലെ പിള്ളേർ പറ്റിച്ച പണിയാ. സീഫുഡേ, ഫോട്ടോ വേണ്ടായോ? അയ്യടാ, കുടുംബകലം ഉണ്ടാക്കിയല്ലോ തകർത്തു തകർത്തു. ആ ടോയ്സ് എടുത്ത് വണ്ടിയിലോട്ട് വെക്കടാ. അപ്പൊ ശരി, വൈകുന്നേരം. റാണി, ജിബു, ഈ പിള്ളേർ എവിടെ പോയി കിടക്കുന്നു? തല്ലുകൂടരുത്, എല്ലാവർക്കും ഉണ്ട്. റാണി, ചോക്ലേറ്റ് നീ എല്ലാവർക്കും പങ്കുവെച്ചു കൊടുക്കും. മാഡം ആകെ പരിഭ്രമിച്ചിരിക്കുക. എന്നാ ലേറ്റ് ആയതിന്റെ ചൂടിലാ. അയ്യോ, ശരിക്കും സോപ്പിട്ടാലേ രക്ഷയുള്ളൂ കൂട്ടൻ. ആ ആളിങ്ങ എത്തിയല്ലോ. എത്തിയല്ലോ. ചേച്ചിയമ്മയുടെ അടുത്തോട്ട് ചെല്ലി കെട്ടിക്കോളും. എന്നാ കുഴപ്പാവോ? ചെല്ല് ചെല്ല്. എന്റെ മാതാവേ. പിന്നെ എന്നാക്കെ ഉണ്ട് ചേച്ചിയമ്മേ ദേവക്കാട്ട് വിശേഷങ്ങള്? ഇതെന്നാ പോക്കെടാ പോയെ, ആകെ അങ്ങ് കരിവാളിച്ചല്ലോ നീ. അത് ഈ പുകയും പൊടിയൊക്കെ അടിച്ചിട്ടേ. ഈ ദൂരയാത്ര എന്ന് വേണ്ടാന്ന് പറഞ്ഞ കേക്കില്ല. തിരിച്ചെത്തുന്നത് വരെ മനുഷ്യന്റെ ഉള്ളിൽ തീയ. ചേച്ചിയമ്മ പേടിക്കാതെ, അങ്ങനെ ഒരു ആക്സിഡന്റിലും പെട്ട് കുട്ടപ്പായി തട്ടിപ്പോത്തൊന്നുമില്ല. വേണ്ടാദിനത്തിന് നാക്ക് വളച്ചെന്നാൽ അടി അങ്ങ് വെച്ചേരും കേട്ടോ. എന്നെ പറയുന്നതിന് ഒരു ലൈസൻസും ഇല്ല. ഇന്നലെ രാവിലെ എത്താന്ന് പറഞ്ഞു പോയതാ. എന്നിട്ട് വരുന്ന നേരോ എന്നാ ലേറ്റ് ആവുമെന്ന് വിളിച്ചു പറ, അതുമില്ല. എന്നാ ഇത് ചേച്ചിയമ്മ അവിടെ നിക്ക്, ഞാൻ ലേറ്റ് ആയ കാര്യം. എനിക്കൊന്നും കേക്കണ്ട. അമ്മേ. അതേടാ, അമ്മ തന്നെയാ. ഞാൻ ഇവിടെ വന്ന് കയറുമ്പോ നിനക്ക് 5 വയസ്സാ. അമ്മയായിട്ട് തന്നെ നിന്നെ ഞാൻ വളർത്തിയേ. നിന്റെ കാര്യത്തില് ഒരമ്മയുടെ ആദ്യ അങ്കലാപ്പും ഒക്കെ ഉണ്ടാവും എനിക്ക്. ചേട്ടാ, അതിനിപ്പോ എന്നെ ഇവിടെ ഉണ്ടായേ. ഇന്നലെ ഇങ്ങ് എത്തണ്ടായിരുന്നേ. വരുന്ന വഴിക്ക് ആ കുരുത്തങ്കട്ട വാസുവിന് ഒടുക്കത്തെ പനിയും ഛർദിയും. പിന്നെ കാണുന്നിടത്തെല്ലാം നിർത്തി ഇളനീര് വെട്ടിയും ഒരു കണക്കിന് ഇങ്ങ് എത്തിച്ചു. ഇപ്പതേ ഇച്ചായന്റെ ആശുപത്രി കൊണ്ടുപോയി തട്ടിയേച്ചു വന്നിരിക്കുക. എന്നതാണ് കുട്ടപ്പായി, വല്ല കോളും ഉണ്ടോ? എന്നാ ബ്രാൻഡാ? നല്ല ഗോതമ്പും ചോളവും ഇട്ട് വാറ്റിയെടുത്ത ആന്ത്രേറിയം. അതൊക്കെ ഞായറാഴ്ച മതി. ഇപ്പൊ നീ പോയി കുളിക്കേ. എന്നാടാ എന്റെ പെമ്പർന്നൂരിന്റെ മുഖത്തൊരു മഴക്കാറ്? ചാർജ് ചെയ്ത കേസ് 2. പറഞ്ഞ കണക്ക് തെറ്റിച്ച് ഒരു ദിവസം ലേറ്റ് ആയിട്ടുള്ള വരവും ആ വിവരം ഫോണിൽ അറിയിച്ചില്ലെന്നുള്ള അക്ഷന്തവ്യമായ തെറ്റും. അവളുടെ സ്വഭാവം അറിയാവുന്നതല്ലേ. നിനക്കൊന്ന് വിളിച്ചെന്തായിരുന്നു? ആട്ടെ, പോയി കുളിച്ചേച്ച് വല്ലതും കഴിക്കാൻ നോക്ക്.
വലിയ മുതലാളി അപ്പം കമ്പനി പോയി. അപ്പൊ പിന്നെ കുളി കഴിഞ്ഞ് വന്നിട്ടാവാം വീരസാഹസികമായ യാത്രാ വിവരണം. ആ കുട്ടികൾക്ക് പുതിയ ക്ലാസ് ടീച്ചറെ ഞാനൊന്ന് പരിചയപ്പെടുത്താം. സത്യം പറഞ്ഞ ഈ ജോലി കിട്ടുമെന്ന് ഞാൻ കരുതിയതല്ല സാർ. മറ്റു പലയിടത്തും ലക്ഷങ്ങൾ വാങ്ങി നിയമനം നടത്തുമ്പോ ഒന്നും വാങ്ങാതെ ഇങ്ങനെ ഒരു ജോലി. നിയമനം നടത്തി പണം പിരിക്കേണ്ട കാര്യമൊന്നും ദേവക്കാട്ടുകാർക്കില്ല. ടീച്ചർക്കറിയോ, ഈ നാട്ടിലെ സ്കൂള് മാത്രമല്ല, ആശുപത്രി, സ്വർണ്ണക്കട, തുണിക്കട, ബ്രാൻഡിക്കട, അങ്ങനെ ഒരു മനുഷ്യന് വേണ്ട എല്ലാ സ്ഥാപനങ്ങളും ദേവക്കാട്ടുകാരുടെ. തെമ്മാടിത്തരം വേണോ അതിനും ഉണ്ടാവും. അപ്പനും 6 മക്കളും കൂടി തീരുമാനമെടുത്താൽ ആരെ കൊണ്ടും അതിനെ എതിർക്കാനൊക്കില്ല. പക്ഷെ സത്യത്തിന് നിരക്കാത്തൊന്നും ദേവക്കാട്ടുകാർ ചെയ്യില്ല. ഈ സ്കൂളിലെ കുട്ടികൾക്ക് ഉച്ചക്കഞ്ഞി എന്ന് പറയാനാവില്ല, വിഭവസമൃദ്ധമായ സദ്യയല്ലേ കൊടുക്കണത്. പിന്നെ നമുക്കൊക്കെ ഒരു ബുദ്ധിമുട്ട് വന്നാ ആ മുറ്റത്ത് ചെന്നാ മതി, വാരി കോരിയാ തരുന്നേ. എന്റെ 3 പെൺകുട്ടികളെ പറഞ്ഞയക്കാൻ എനിക്കൊന്നും അറിയേണ്ടി വന്നിട്ടില്ല. ഈ നാട്ടിലൊരു നാടൻ പ്രയോഗമുണ്ടേ, അപ്പന്റെയും മക്കളുടെയും സ്നേഹം ദേവക്കാട്ടിൽ നിന്ന് പഠിക്കണത്. ആ ബാഗ് നോക്കടാ. പോട്ടെ 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 മതി ചായോ സൂക്ഷിച്ച്. നീ അവിടെ ഇറങ്ങ, ഞാൻ എടുത്തു തരാം. ആ ഇതെല്ലാം എടുത്താ സ്റ്റോറെ കൊണ്ടുപോയി. ചേന എടുക്കടാ, ഞങ്ങൾ എടുത്തോളാം. ആ പിടിക്കടാ. ഇതാണ് നമ്മുടെ പുതിയ ടീച്ചർ. ആ ഒന്ന് വാടാവേ. സലീമേ, എന്തോ? നീ ആ വണ്ടി എടുത്ത് സ്കൂളിന്റെ മുമ്പിലോട്ടിട്. ഞാൻ ഒന്ന് ഹെഡ്മാഷെ കണ്ടേച്ചു വരാം. സൈലൻസ് സൈലൻസ്. എന്നതാ പിള്ളേരെ കിടന്ന് ബഹളം വയ്ക്കുന്നേ? ഈ പീരീഡിൽ എന്നാ സാറില്ലായോ? ഗുരുപത്നിയുടെ സുഖപ്രസവത്തിന് പ്രാർത്ഥിക്കാതെ ചുമ്മാ കിടന്ന് ബഹളം വയ്ക്കുവാണോ വേണ്ടത്? അതിര് കടന്ന് ബഹളം വെച്ചാ ബ്രേക്ക് ഇല്ലാത്ത ലോറി പോലെയാ, അത് അപകടം ഉണ്ടാക്കും. മനസ്സിലായോ? ആ ടീച്ചർ ഈ പീരീഡ് ഫ്രീ അല്ലേ? അതെ സർ. ആ 5 ഡി ഒന്ന് അറ്റൻഡ് ചെയ്തോളൂ. ശരി സർ. ചെക്ക് പോസ്റ്റേൽ വണ്ടി തടഞ്ഞാ നമ്മൾ എന്നാ കാണിക്കണ്ടേ? ലൈസൻസും RC ബുക്കും. അല്ല, 500 രൂപ. സൈലൻസ്. പുതിയ ടീച്ചറാ? ഏയ് മിസ്റ്റർ, നിങ്ങളോടാരാ ക്ലാസ്സിൽ കയറാൻ പറഞ്ഞത്? അല്ല, ഈ സാറുമാരില്ലാത്തതുകൊണ്ട് പിള്ളേരിങ്ങനെ ബഹളം വയ്ക്കുന്നത് കണ്ടപ്പോ എന്റെ വക ഒരു സ്പെഷ്യൽ ക്ലാസ്. ക്ലാസ് എടുക്കാൻ യോഗ്യതയുള്ളവർ ഇവിടെ വേറെ ഉണ്ട്. ഓരോരുത്തർക്ക് ഓരോ ജോലി പറഞ്ഞിട്ടുണ്ട്. വണ്ടി ഓടിക്കാനും ചുമടെടുക്കാനും വന്നാ അതങ്ങ് ചെയ്താ മതി. വലിയ സാറാവാനൊന്നും നോക്കണ്ട. ഓ, സാറാവാനുള്ള ബുദ്ധിയൊന്നും ഇല്ല ടീച്ചറെ. ഇത്തിരി പോന്ന ഈ പീക്കിരി പിള്ളേരെ തറാപറാന്ന് പഠിപ്പിക്കാൻ ഏത് കോത്താഴത്തുകാരനെ കൊണ്ടും കഴിയും. പക്ഷെ ഒരു ചാക്ക് അരിയെടുത്ത് ടീച്ചറിന്റെ തലയിലോട്ട് വെച്ചെന്നാലുണ്ടല്ലോ, ഇക്കാണുന്ന പൊക്കം കൃത്യം 4 അടി കുറഞ്ഞ് വെറുതെ വികലാംഗയായി പോവേയുള്ളൂ. നിങ്ങൾ ഇറങ്ങി പോകുന്നുണ്ടോ? ഇതെന്താ ചന്തയാണെന്ന് കരുതിയോ? ഇതെന്നായി പറയുന്നേ? ചന്തയില് ബഹളം കൂട്ടുമ്പോ ഇതെന്നാടാ സ്കൂളാണോന്നാ ഞങ്ങൾ അവിടെ ചോദിക്കുന്നത്. ചന്തയെ കുറ്റം പറയാൻ നിക്കല്ലേ. ചന്തയിലെ മനുഷ്യർ ഇതേലും ഡീസന്റാ. അല്ല ടീച്ചറെ, എനിക്ക് മനസ്സിലാവാത്തോണ്ട് ചോദിക്കുക. ഇങ്ങനെ എഞ്ചിൻ ചൂടാവാൻ ഞാൻ എന്നാ കാണിച്ചു? പിള്ളേരോട് ക്ലാസ്സിൽ കയറി ഇച്ചിരി നേരം സംസാരിച്ചാ? അത് പറഞ്ഞാൽ മനസ്സിലാവണമെങ്കിൽ നിങ്ങൾക്ക് അല്പം സംസ്കാരം വേണം. അതുണ്ടാവണമെങ്കിൽ സാമാന്യ വിദ്യാഭ്യാസം വേണം. ഇതൊന്നുമില്ലാത്ത തന്റെ തലയ്ക്ക് മുകളിൽ ചുമട് തന്നെ അലങ്കാരം. അയ്യോടാ, ഇതെന്നാ മുൻകോപാ? എന്റെ പിള്ളേരെ ഈ സ്വഭാവം ഒന്നും പഠിച്ചു വെച്ചേക്കല്ലേ. ജീവിതം ചുമ്മാ വെടി തീർന്നു പോവുള്ളൂ. തണുക്ക് ടീച്ചറെ, ഇല്ലെങ്കിൽ റേഡിയേറ്ററിലോട്ട് ഞാൻ വെള്ളം കോരി ഒഴിക്കുവേ. ആ ടീച്ചർ പെണ്ണ് മിടുക്കി തന്നെ.
അവള് നിന്നെ ഗെറ്റ് ഔട്ട് അടിച്ചില്ലെങ്കിലേ അത്ഭുതമുള്ളൂ. മുടുക്കി അവക്ക് ഒരു ഗിയർ കൂടുതലാ. കുട്ടപ്പായി ഞാൻ ഇടപെടണോടാ. എന്റെ പൊന്നിച്ചായ നാറ്റിക്കല്ലോ. ഓക്കെ, നല്ലൊരു രീതിയിൽ നടക്കുന്ന സ്ഥാപനമല്ലേ അത്. ചീട്ട് വലിക്കേണ്ട ഒരു വലിക്ക് ഇല്ല, ഞാൻ എനിക്ക് പോവാ. എടി എടി, മൂത്തവരിക്കുമ്പോ നീ ഭരിക്കാൻ നിക്കല്ലേ, അടങ്ങി എവിടെ ഇരി. നീ എന്നാത്തിനാ അവളെ വഴക്ക് പറയുന്നേ? അവള് ഭരിക്കട്ടടി. അവളല്ലയോ തേവക്കാട്ടെ ഝാൻസി റാണി. അതെ അതെ, അപ്പനെ അവളെ എങ്ങനെ കൊഞ്ചിച്ച് വഷളാക്കുന്നേ. അപ്പൊ ഓപ്പൺ എന്റേതാ, തുടങ്ങാലോ? ഓ മാത്തച്ച ഇന്നലത്തെ പോലെ കള്ളക്കളി കളിച്ചാലുണ്ടല്ലോ ഞങ്ങൾ അങ്ങ് നിർത്തിയേച്ച് പോകും കേട്ടോ. ഇന്ന് ഡീസന്റാ വക്കീലേ, ഇന്നലത്തെ ഒരു 15 രൂപ 50 പൈസ ഇങ്ങോട്ട് വരാനുണ്ടേ. തന്നേക്കാ ചായ, അതിനും പലിശ കൂട്ടിയേക്കല്ലേ. കടം പറഞ്ഞുകൊണ്ടുള്ള ഏർപ്പാട് ഇന്ന് മുതൽ കർശനമായി നിരോധിച്ചിരിക്കുന്നു. അത് നീ എനിക്കിട്ട് കൊള്ളിച്ചാന്നല്ലോടി. മടി നിറച്ച് കാശുമായിട്ടാ വന്നിരിക്കുന്നേ. മേബിൾ ഈ പെരുന്നാളിനെങ്കിലും വരുവോ അറിയാച്ച? ഏത് മേബിള്? ഓ, നിന്റെ ഭാര്യ വരുവോ? വരുമെന്നാ പറഞ്ഞിരിക്കുന്നത്. അമേരിക്ക വിടാൻ മേബിൾ ഇളമയ്ക്കും നാട് വിടാൻ ഡോക്ടർക്കും കഴിയില്ലെന്ന് വാശി വന്ന പിന്നെ എന്നാ ചെയ്യാനാ? ഇവിടെ എന്നാ കുറവുണ്ടായിട്ടാ? ആശുപത്രിയിലാച്ചിട്ടാ? ഉള്ളത് പോരായി അവളുടെ ഇഷ്ടത്തിന് വേറൊന്നും കൂടെ പണിയാൻ പറയടാ. കുട്ടികളുടെ പഠിപ്പിന്റെ കാര്യം അവള് പറയുന്നേ. നാട്ടിൽ പഠിച്ചിട്ടാ ഞങ്ങളൊക്കെ ഇവിടം വരെ എത്തിയത്. എവിടം വരെ? മീൻചന്ത വരെ. ഹലോ. ഞാനാ